എല്ലാ പ്രിയ പഠിതാക്കൾക്കും നമസ്കാരം. ജൂലൈ 2024 6, 7, 12, 13, 14 തീയതികളിൽ അങ്ങനെ 6 ദിവസം നമ്മുടെ +1, +2 തുല്യതാ പരീക്ഷകളൊക്കെ വളരെ ഭംഗിയായി കഴിഞ്ഞു. എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ എഴുതി ആശ്വാസത്തിലിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങളോട് പരീക്ഷാ മൂല്യനിർണ്ണയം, നമ്മുടെ വാല്യുവേഷനെ കുറിച്ചും റിസൾട്ടിനെ കുറിച്ചൊക്കെ പറയാനാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തട്ടെ. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കുറഞ്ഞ പഠിതാക്കൾക്ക് ഒരു ഉപകാരപ്രദമാണെന്ന രീതിയിൽ തയ്യാറാക്കിയ ക്ലാസ് വീഡിയോ ആണ്. അത് പഠിതാക്കളിൽ നിന്ന് പഠിതാക്കളിലേക്ക് കേരളത്തിലെ വിവിധ ജില്ലകളിൽ എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷം. പലരും എനിക്ക് കമൻറ്റ് ചെയ്തു ഈ ഒരു ക്ലാസ് ക്ലാസ്സിനെ കുറിച്ച് അവരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. മിക്ക ആളുകൾക്കും ഞാൻ അതിന് മറുപടി നൽകിയിട്ടുണ്ട്, കമൻറ്റിലൂടെ തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്നും നമ്മുടെ എഫേർട്ട് നിങ്ങൾ മനസ്സിലാക്കി എന്നൊക്കെ അറിഞ്ഞപ്പോൾ, ആ ക്ലാസ് സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ, ആ ക്ലാസ്സിൻ്റെ ശൈലി ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവിധ നന്മകളും സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 6 ദിവസങ്ങളായി നടന്ന നമ്മളെ പരീക്ഷ കഴിഞ്ഞു. എല്ലാവരും നല്ല ഭംഗിയിൽ എഴുതിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് 24 മാർക്കാണ് പാസ്സാവാൻ വേണ്ടത്. സിയും കൂടാതെ ടി മാർക്ക്, എഴുത്ത് പരീക്ഷയിൽ മാത്രമായിട്ട് നമുക്ക് 24 മാർക്ക് പാസ്സാകാൻ വേണം. 24 മാർക്കാണ് മിനിമം പാസ്സാകാൻ വേണ്ടതെന്ന് അറിയാമല്ലോ. നമ്മുടെ വാല്യുവേഷൻ നടക്കുന്നത് 22-ാം തീയതി വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജൂലൈ 22-ാം തീയതി 22, 23, 24, 25 ഇങ്ങനെ ഈ 4 ദിവസങ്ങളാണ് നമ്മൾ എന്ത് നടക്കുകയാണ്, വാല്യുവേഷൻ നടക്കുകയാണ്. ജൂലൈ 22, 23, 24, 25 4 ദിവസങ്ങളായിട്ട് എന്ത് നടക്കുന്നു. കേരളത്തിലെ എല്ലാ ജില്ലയിലും ഓരോ സെൻറ്റർ വീതമാണ് വാല്യുവേഷൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പഠിതാക്കൾ കൂടുതലുള്ള മലപ്പുറം ജില്ലയിൽ മാത്രം 2 or 3 സെൻറ്ററുകളുണ്ട്. മറ്റുള്ള ജില്ലയിലൊക്കെ ഓരോ സെൻറ്റർ വീതമുണ്ട്. ജില്ലയിലൊരു സെൻറ്റർ, ജില്ലയിലൊരു കേന്ദ്രമാണ് ഈ വാല്യുവേഷനായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വാല്യുവേഷൻ തുടങ്ങുന്നത് 22-ാം തീയതിയാണ്, വാല്യുവേഷൻ അവസാനിക്കുന്നത് 25-ാം തീയതിയാണ്. നമ്മുടെ ജൂലൈയിൽ നടന്ന പരീക്ഷയുടെ +1, +2 തുല്യതാ പരീക്ഷയുടെ വാല്യുവേഷൻ മൂല്യനിർണ്ണയം ആരംഭിക്കുന്നത് ജൂലൈ 22-നും മൂല്യനിർണ്ണയം അവസാനിക്കുന്നത് ജൂലൈ 25-ാം തീയതിയാണ്. അപ്പോൾ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് ആ സമയത്ത് തന്നെയാണ്. മാർക്ക് എൻട്രി ടാബുലേഷനൊക്കെ ആ സമയത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റിസൾട്ടിന് വലിയ താമസമില്ല. റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓഗസ്റ്റ് 2nd വീക്കിലാണ് പ്രതീക്ഷിക്കുന്നത്. ഓഗസ്റ്റ് 2ാമത്തെ ആഴ്ച റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അടുത്ത വീഡിയോ ഞാൻ ആ റിസൾട്ടിൻ്റെ ഡേറ്റ് കൃത്യമായി നിങ്ങളിൽ എത്തിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ റിസൾട്ടിനെ കുറിച്ച് കൃത്യമായ ഡേറ്റ് പറഞ്ഞുതരാം. റിസൾട്ട് എന്ന് ഉണ്ടാവും എന്നുള്ള കൃത്യമായ ഡേറ്റ് അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പോൾ കിട്ടിയ ഡീറ്റെയിൽസ് മൂല്യനിർണ്ണയ തീയതികളും അതുപോലെ റിസൾട്ടിൻ്റെ ഏകദേശ ധാരണയാണ്. ഞാൻ പറഞ്ഞു ജൂലൈ 22-ാം തീയതി തുടങ്ങുകയാണ് നമ്മുടെ മൂല്യനിർണ്ണയം. 4 ദിവസത്തെ മൂല്യനിർണ്ണയമാണ്. 4 ദിവസം വാല്യുവേഷൻ നടക്കുന്നുണ്ട്. 22, 23, 24, 25 4 ദിവസങ്ങളിൽ. റിസൾട്ട് എപ്പോൾ വരും എന്നുള്ളതാണ് ഏകദേശം ധാരണ. ഓഗസ്റ്റ് 2ാമത്തെ ആഴ്ച, ഒരു 12 or 14 അങ്ങനെ 2ാമത്തെ ആഴ്ചയോടുകൂടി റിസൾട്ട് വരാൻ സാധ്യതയുണ്ട്. റിസൾട്ടിൻ്റെ കൃത്യമായ വിവരം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. പിന്നെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, പാസ് മാർക്ക് 24 മാർക്കാണ്. സി കൂടാതെ ടി മാത്രമായിട്ട് നമുക്ക് 24 മാർക്ക് വേണം. അപ്പോൾ 24 കൂടുതൽ കിട്ടിയ 48 കിട്ടിയ ഡബിൾ പാസ്സായി. അതായത് നമ്മൾ സെക്കൻഡ് ഇയർ അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ആ രീതിയിലാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദിയും സ്നേഹവും സന്തോഷമൊക്കെ അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.